ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇന്നലെ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ചാരിയറ്റ് കാർഡ്, 10 ഓഫ് സോഴ്സ്, അതുപോലെ തന്നെ 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഇമോഷൻസിനെ എല്ലാം ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പഠിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഷോർട്ട് ടെമ്പേർഡും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളോട് പ്രതികരിക്കുകയും ദേഷ്യപ്പെടുകയും ഷൗട്ട് ചെയ്യുകയും അതുപോലെ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു വഴക്കിന്റെ ഭാഗമായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്യുകയും അതിൽ ഹേർട്ടായിട്ട് നിങ്ങൾ ഒരു അക്ഷരം പോലും മിണ്ടാതെ പെട്ടെന്ന് അവരിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹേർട്ട് ചെയ്തു എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് വല്ലാതെ ഹേർട്ട് ചെയ്തിരിക്കുന്നു. അവർക്ക് ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു മാറ്റം അതിലൂടെ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അവരുടെ ഇമോഷൻസിനെ എല്ലാം വളരെയധികം കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങൾക്ക് പകർന്നു നൽകി നിങ്ങളെ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കൊണ്ടുപോകണം എന്നാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെയാണ് അവർക്ക് അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. നിങ്ങളെ ഹേർട്ട് ആക്കിയത് ആ ഒരു പേഴ്സണെ തിരിച്ച് അത്രത്തോളം ഹേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം നിങ്ങൾക്ക് ഒരു വാല്യൂ അവരുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു പേഴ്സന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇമോഷണൽ കൺട്രോൾ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്ത് തന്നെ ആയാലും ഈ ഒരു സമയത്ത് അവർക്ക് എന്തായാലും ഒരു ഇമോഷണൽ കൺട്രോൾ വേണം. ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളെന്നൊരു പറയുന്ന ഒരു പേഴ്സൺ അവരുടെ കൂടെ വേണം. നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹമെല്ലാം നിങ്ങൾക്ക് പകർന്നു നൽകി നിങ്ങളെ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു സമയത്ത് അവർ കൂടുതലായിട്ടും ചിന്തിക്കുന്നത്.